ഇന്നത്തെ എപ്പിസോഡ് വിഷുവിൻ്റെ കേസാണ് വേദ വാദിക്കുന്നത്. അപ്പോൾ വേദ കൊണ്ടുവന്ന സാക്ഷി എന്ന് പറയുന്നത് കോടതി അംഗീകരിക്കപ്പെട്ടില്ല. അങ്ങനെ കേസിൻ്റെ ഫസ്റ്റ് ഹിയറിങ്ങിൽ തന്നെ വേദ തോറ്റു പോവുകയാണ്. അപ്പോൾ അതിനുശേഷം വേദയുടെ ജ്യേഷ്ഠൻ വേദയെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വേദ നേരെ പോകുന്നത് ദക്ഷൻ്റെ അടുത്തേക്കാണ്. ദക്ഷനോട് കുറച്ച് കാര്യങ്ങൾ വേദ പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വിക്രത്തിനെ കാണാനായിട്ട് ദക്ഷൻ വരികയാണ്. വിക്രത്തിൻ്റെ അടുത്ത് കേസിനെ പറ്റിയുള്ള കാര്യങ്ങളും മറ്റും ദക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ ദക്ഷൻ്റെ അടുത്ത് തിരിച്ച് വേദയുടെ വീട്ടുകാർക്കുള്ള എതിർപ്പും ദേഷ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും അവളെ ഞാൻ അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വിക്രം പറയുന്നുണ്ട്. അവൾക്കായിട്ട് തോന്നിയിട്ട് വരികയാണെങ്കിൽ വരട്ടെ എന്നും പറയുന്നുണ്ട്. അതിനുശേഷം വേദ ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേദ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സുഭാഷ് എന്ന ആളെ കാണാൻ പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിനോട് സുഭാഷിനോട് സംസാരിക്കുന്നിടയിൽ തൻ്റെ ജോലി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇതിനെല്ലാം കൂട്ടു നിൽക്കുമെന്ന് സുഭാഷ് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഈ ജോലി സ്ഥിരമായി നിലനിൽക്കില്ല, അച്ഛൻ വന്നു കഴിഞ്ഞാൽ ജോലി പോകും എന്ന കാര്യം സുഭാഷിനെ പറഞ്ഞ് മനസ്സിലാക്കി തൻ്റെ കേസിന് സാക്ഷിയാക്കി സുഭാഷിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിശ്വനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിട്ട് വേദ സുഭാഷിനെ കാണാൻ ചെല്ലുകയാണ്. അതിനുശേഷം നമ്മുടെ വിക്രമും വേദയും കൂടെയുള്ള സീൻസാണ്. അതിൽ വേദ വിഷമിച്ചിരിക്കുമ്പോൾ വിക്രം വേദയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഹിയറിങ് ഇങ്ങനെ ആയത് അത് കുഴപ്പമില്ല, എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ കൊണ്ടുവന്ന് ചിട്ടിയുടെ കാര്യം പറഞ്ഞ് ഒപ്പിടിപ്പിച്ച കാര്യം ഒക്കെ വേദ വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനകത്ത് സംതിങ് എന്തോ ദുരൂഹതയുണ്ടെന്ന് വിക്രമിൻ്റെ അടുത്ത് വേദ പറയുന്നുണ്ട്. അതും ഇതിനകത്തൊരു പോയിൻ്റാണ്. അവരുദ്ദേശിച്ച കാര്യങ്ങൾ വിനായകൻ ചെയ്തു കൊടുത്തു എന്നാണ് വേദ വിക്രമിനോട് പറഞ്ഞത്. അടുത്ത സീൻ ഇനി കോർട്ടിലേതാണ്. അപ്പം കോർട്ടിൽ പിന്നെയും വിശ്വൻ്റെ കേസ് വാദിക്കാനായിട്ട് വിശ്വനെ പോലീസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വേദ തിരിച്ച് ഓരോന്നായി വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതുവരെയാണ്.